ഹലോ ഹെൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 പേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇവരുടെ ഇടയിൽ നിന്ന് ഞാനൊന്ന് എണീക്കാൻ പെട്ട പാട്. എന്തായാലും ഞാനൊന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. എണീക്കാൻ വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്നൊക്കെ നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുഞ്ഞു അമ്മ ഈ ഡ്രസ്സ് ഇട്ടാൽ മതിയാ? വേറെ ഡ്രസ്സാ? അത് ഈ ഡ്രസ്സ് എന്താ കുഴപ്പം? ഇറങ്ങിപ്പോരോ? കൊള്ളൂലേ? ഇറങ്ങി പോരുന്നുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അമ്മ ഇതിട്ടോട്ടെ? ഇതിട്ടോട്ടെ? വേണ്ടേ? ആണോ? അപ്പൊ മാറാല്ലേ? കൊച്ചു പറയണ ഈ ഡ്രസ്സ് ഇടണ്ടാന്ന്. അതെന്താ അങ്ങനെ? നല്ല ഡ്രസ്സില്ലേടാ? അമ്മ ഈ ഡ്രസ്സ് ഇട്ടോട്ടെ? വാ, നമുക്ക് എണീക്കാ. വാ എണീക്കാ. വാ. വെള്ളം വേണ്ടേ? ഡോണു ഉറങ്ങണോക്കി. ഡോണുവിനെ പൊന്ന് റെഡി ആയിട്ട് എണീപ്പിക്കാം, ഇല്ലെങ്കിൽ കരച്ചിലും ബഹളവും ആവും. തല്ലു പിടിക്കണോ? എന്റെ ദൈവമേ. പൊന്നിന്റെ സൗണ്ട് എവിടെ പോയി? കുഞ്ഞിന്റെ സൗണ്ട് എവിടെ പോയി? കിരികിരി ആയില്ല. വാ. ഏത് മോനെ? രണ്ടാളാ അമ്മമ്മനെ കൊണ്ടുപോകാൻ പോവാണോ? ഇങ്ങോട്ട് കൊണ്ടുവരുമോ? പിന്നെ എവിടെ കൊണ്ടുപോകും? അപ്പൊ ജീപ്പ് എടുക്കണ്ടേ? ജീപ്പ് എടുക്കണ്ടേ പപ്പയുടെ? ജീപ്പ് എടുക്കണ്ടേ? ആ അമ്മമ്മയ്ക്ക് നില കൊടുക്ക വരുമ്പോ. ഇതാ ഇതാ കേറ്. ഇന്ന് ഏതപ്പന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിട്ടു. ഏതപ്പൻ്റെ അമ്മമ്മ വരണം നാട്ടിൽ നിന്ന്. അല്ലേ ഇതിപ്പാ? അമ്മമ്മനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാ. എന്തൊക്കെയോ കാര്യമായിട്ട് അമ്മമ്മ കൊണ്ടുവരുന്നുണ്ട്. ബാക്കി പിടിച്ചോ. അങ്ങനെ നമ്മളിത് ഓൺ ദ വേ ആണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഉള്ള എയർപോർട്ടിലേക്ക്. അങ്ങനെ അമ്മമ്മ രാവിലെ അവിടെ നിന്ന് എപ്പോഴാണ് ഫ്ലൈറ്റ്? 5:55 ഫ്ലൈറ്റ്. ഇവിടത്തെ 8:55 എത്തിയിട്ടോ. ഏതപ്പനൊക്കെ രാവിലെ തന്നെ എണിപ്പിച്ച. ഈ സമയത്ത് എണിക്കാത്ത ആളാ. എണിപ്പിച്ച് കൊണ്ടുണ്ട്. ഏതപ്പാ ബാ പോവാം, കൊണ്ടുവരാൻ പോവാം. ഓക്കേ. ആരാന്നൊക്കെയാ? ഫ്രണ്ടിലാരാന്നൊക്കെ? ഫ്രണ്ടിലേക്ക് നോക്ക്. അങ്ങോട്ട് നോക്കടാ. പണക്കത്തിലാണോ? പിണങ്ങി നിക്കാണല്ലോ. എത്ര ദിവസമായി കണ്ടിട്ട് മാമനെ. ആ പോവാ, നമുക്ക് വീട്ടിൽ പോവാ. അമ്മമ്മോട് ഒന്ന് കഴിച്ചോ ചോദിച്ചേ. പാപ്പ ഉണ്ടോ ചോദിക്കി? ഏതിപ്പാ? അമ്മമ്മോട് ഒന്ന് കഴിച്ചോ നോക്കി. ഫ്ലൈറ്റ് ഒന്ന് കിട്ടിയോ നോക്കി. ഫ്ലൈറ്റ് ഒന്ന് കിട്ടിയമ്മേ? ഒന്നും കിട്ടിയില്ലേ? എന്നാ വാ, നമുക്ക് തിന്നാൻ പോവാം. അമ്മമ്മ JCB വാങ്ങാൻ പോയത്. ഇത് JCB ഉണ്ടാ? ഉണങ്ങിയ എല്ലും തോലും ആയി. കറക്റ്റ് സമയത്ത് അമ്മ നിക്കണ്. എല്ലാവർക്കും പനിയാ. ചേട്ടന്റെ സംഭാവനയാ. സൗണ്ടൊക്കെ കീറിപ്പൊളിച്ച് പോയി തൊണ്ട. പോവാ, വീട്ടിൽ പോവാ. അപ്പാപ്പയ്ക്ക് സുഖമാണോ ചോദിച്ചേപ്പാ? അപ്പാപ്പയ്ക്ക് സുഖമാണോ ചോദിക്കി. അമ്മമ്മടെ പൊന്നൂന് എന്തൊക്കെ കൊണ്ടുവന്നേക്കണെന്നറിയോ?
ഫുള്ള് വിശേഷല്ലാണ്. എന്ത് വേണം? ഏകദപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മേനെ കണ്ടപ്പോഴത്തേക്കും ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ച് നിന്ന് പോയിട്ടോ. അതായത് എൻ്റെ അറിവോട് കൂടിയാണല്ലോ ഞാൻ അമ്മാമ്മേനെ വിട്ടത്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനും പറ്റില്ല, ചീത്ത പറയാനും പറ്റില്ല, എവിടെയായിരുന്നു അമ്മാമ്മയെന്ന് ചോദിക്കാനും പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അതൊക്കെ ആയിരിക്കും അവൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്നത്. കുറച്ച് നേരത്തേക്ക് കൊച്ചൊന്ന് ഇങ്ങനെ നിന്നായിരുന്നു. പിന്നെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു കേട്ടോ. മുമ്പ് ഇവിടെ ഞാനും ഏതപ്പനും ഡോണും ഒക്കെ കൂടി വന്ന് തിരിച്ച് നാട്ടിൽ പോയപ്പോഴും, അത് അന്ന് അവൻ കുഞ്ഞാണ് കേട്ടോ. അന്ന് എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ഇതേ എക്സ്പ്രഷൻ തന്നെയായിരുന്നു കേട്ടോ അവന്. പിന്നെ അമ്മാമ്മയും മോനും അങ്ങ് സെറ്റായിട്ടോ. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം പതിവിൽ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ കുറച്ച് നേരം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ലഗേജ് കിട്ടാനായിട്ട് കുറച്ച് ഡിലേ വന്നു. അപ്പം മൊത്തത്തിൽ ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. ഞാനാണെങ്കിൽ പനിയൊക്കെ മാറി വരുന്നുണ്ടായുള്ളൂ. അതിൻ്റെ ക്ഷീണം വേറെ ഉണ്ടായിരുന്നേ. പരാതികള് ഇതിപ്പനാണോ അമ്മ പരാതി പറയണല്ല. പെണ്ണാണോ ബിച്ചീത്? ജോണാണോ ബിച്ചീത്? അങ്ങനെ ഫുഡൊക്കെ കഴിക്കണ്ടോ. നമ്മൾ ഗീ റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയത് കുറച്ചധികം മുരിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഡോണാണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായ എൻ്റെ മേത്തേക്ക് അങ്ങ് ഒഴിച്ചു. മേത്തേക്ക് ഒഴിക്കല്ല, അവൻ്റെ കൈ ഗ്ലാസ് തട്ടി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആകെ മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിച്ചു പോയി. കാരണം നല്ല വിശപ്പും ക്ഷീണവും ഓർക്കക്ഷീണവും പനിക്ഷീണവും മൊത്തത്തിൽ ആകെ ടയേർഡായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ ചായ ഒഴിക്കലും. അങ്ങനെ ഒരു കണക്കിന് നമ്മളിത് ഈ റൂമിലെത്തിയിട്ടോ. ഇവന്മാർക്കാണെങ്കിൽ പെട്ടി പൊട്ടിക്കാഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഒരു സമാധാനം തന്നെ ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മളിതേ പെട്ടി പൊട്ടിക്കുകയാണ്. എല്ലാവർക്കൊക്കെ ഞാൻ അന്ന് ഏതപ്പനെ അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത വീഡിയോ കണ്ടിട്ട് തീരെ പിടിച്ചില്ല കേട്ടോ. അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ വീഡിയോ കോളിൽ പോലും കാണിച്ചു കൊടുക്കണ്ട, ഏതപ്പൻ അങ്ങനെ മറന്നു പോട്ടെ എന്നാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ദുഷിച്ച മനസ്സിനുടമയല്ല ഞാനായാലും ചാച്ചനായാലും. കാരണം ഞങ്ങളുടെ 2 മക്കളും ജനിച്ച പാടെ ഇതുവരേക്കും ഒരു പോറൽ പോലും പറ്റാതെ നോക്കിയെടുക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് ഇപ്പോൾ ഒരാൾക്ക് 3.5 വയസ്സും ഒരാൾക്ക് ഇതേ 2 വയസ്സുമായി. അപ്പോൾ അവരെ ആ ഒരു എന്താ പറയുക, വെള്ളം തോരണ വരേക്ക് നോക്കി നിർത്തിയിട്ട് എത്തിച്ചിട്ട് പിന്നെ അങ്ങ് തള്ളിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു സ്വഭാവമല്ലല്ലോ. അപ്പം പറയുന്നവരവിടെ കിടന്ന് പറയട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. കാരണം പറഞ്ഞവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട്. ഇത് അമ്മാമ്മയുടെ പൊന്നൂനും ഏന്തപ്പനും. എന്നിട്ടത് പപ്പായ. എന്നിട്ടത് പപ്പായ അടച്ചു. കുറച്ച് വിചാരിച്ച സാധനം കിട്ടിയില്ല, അതാണ്. റയാൻചേട്ടൻ തന്നതാട്ടാ 2 പേർക്കും. ഡോണു റയാൻചേട്ടൻ തന്നതാ. അത് മറ്റേ സാധനമാണ് ഇതിപ്പാ കൊണ്ടില് ചക്ക ജാക്ക് ഫ്രൂട്ട്. ഇതാണ് കൊണ്ടില് വേണോ? ചാമ്പക്ക നോക്കിയേ. ഇതിപ്പോ നോക്കിയേ. തരാട്ട കഴിഞ്ഞിട്ട് തരാട്ട. അമ്മേ ശൈലജ് തന്നതാട്ടോ. വല്യമ്മ തന്നിരുന്നു. ഡോണൂനും മേക്കപ്പിനുണ്ട്. ചേച്ചമ്മ തന്നയച്ചിട്ടാട്ടോ പഴം. കണ്ട ചേച്ചമ്മയുടെ
ഇതേ മുത്തിമാമ തന്നത് നമ്മളങ്ങ് മുത്തുമാമ തന്നിട്ട് ഇത് പപ്പയ്ക്ക് എന്നിട്ടത് ബീഫ് അമ്പടാ ഇത് ക്യാൻഡി ഇതൊന്നും തന്നോക്ക് ഉപ്പിലിട്ടതാ ഇത് ഉപ്പിലിട്ടതാ മാമ വയൽ വെച്ചോ ഈതപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മമ്മ വരുമ്പോൾ JCB കൊണ്ടുവരുന്നു പറഞ്ഞിട്ടാണ് ഇതേ ഇരുന്നത് കേട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ JCB ഒക്കെ നേരത്തെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ പെട്ടിയിൽ JCB ഇല്ലാത്ത കാരണം കൊച്ചിൻ്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡി ആയിട്ടോ. അപ്പോൾ എന്തായാലും അമ്മമ്മ വന്ന സന്തോഷവും പെട്ടി പൊട്ടിച്ച സന്തോഷവും എല്ലാം കൊണ്ടും ഈതപ്പൻ ഭയങ്കര ഹാപ്പിയാണ്, ഡോണും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.